ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു നല്ല ദിവസം ആണെന്ന് വിചാരിച്ച് ഞാനങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അർബൻ വൈബ്സിൻ്റെ ഒരു കിച്ചൺ പ്രോഡക്റ്റാണ് നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഞാനിങ്ങനെ കുറേ റീൽസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വാങ്ങിച്ചതാണ്. അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ കണ്ടിട്ട് കുറേ പേരുടെ റിവ്യൂ ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഒരു കിച്ചൺ ക്ലീനറാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇതിനകത്തൊരു സ്പ്രേ ബോട്ടിലിൻ്റെ ഒരു മേളത്തെ ടോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പം ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രേ ചെയ്തിട്ട് ചെയ്താൽ മതി. അതായത് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ പുറത്തുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പറിനകത്ത് കാര്യമായിട്ടുള്ള കറകളുണ്ട്. കുറേ ദിവസത്തെ കറകളാണ്. അതും അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ താല്പര്യമില്ലാത്ത ടൈപ്പ് ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് ഇടണമെന്ന് എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ പോരാനായിട്ട് ഉദ്ദേശമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. വീണ്ടും ഒരു തവണയും കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. വീണ്ടും ടൂത്ത് ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴും കുറച്ച് ആൾക്കാരൊട്ടും താല്പര്യമില്ല അവർക്ക് വരാൻ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇതും കൂടെ മാറ്റിയെടുത്താലല്ലേ പറ്റുള്ളൂ. നമ്മുടെ എന്താ പറയുക, ഈ സ്റ്റൗ ഒന്ന് പളവള തിളക്കണമെങ്കിൽ ഞാൻ ഒന്ന് നന്നായിട്ട് കഷ്ടപ്പെടണമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇതേപോലെ കുറച്ചും കൂടെ കൂടുതൽ ടൈം ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഒരു 15 മിനിറ്റ് 30 മിനിറ്റോളം വെച്ചിട്ട് ഒന്നും കൂടെ നോക്കി. അപ്പോഴും കുറച്ച് ആൾക്കാർ മാത്രമേ പോന്നിട്ടുള്ളൂ. ഈ എഫേർട്ടിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഉപ്പുമാവും അതേപോലെ ചെറുപയർ കറിയാണ്. വേറെ പാത്രമൊന്നും എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ആരും ഒന്നും പറയരുത് കേട്ടോ. അപ്പോൾ ചീഞ്ചട്ടിയിൽ കഴിക്കാൻ ഒരു പ്രത്യേക നൊസ്റ്റാൾജിയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ കഴിക്കുന്നത്, അതും കൂടി ഓർക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ വേറെ എന്ത് ടൈമിലെ ഫുഡ് നമ്മൾ സ്കിപ്പ് ചെയ്താലും ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഒരുവിധമൊക്കെ നമ്മുടെ ഇത് പോയിട്ടുണ്ട് കേട്ടോ.